ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിലൂടെ പ്ലസ് ടു സുവോളജി ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഈ പാഠത്തിലെ മൂന്നാമത്തെ ടോപ്പിക് സ്പെർമാറ്റോജെനിസിസ്, ഊജെനിസിസ്, ഫങ്ഷൻ ഓഫ് അക്രോസോം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരാവുന്ന ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പരിചയപ്പെടാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. നെയിം ദ ക്യാപ്-ലൈക്ക് സ്ട്രക്ചർ ഓഫ് സ്പേം. ബി. മെൻഷൻ ഇറ്റ്സ് ഫങ്ഷൻ. അതായത് സ്പേമിൽ കാണപ്പെടുന്ന ക്യാപ്-ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദ്യം. നോക്കൂ, ഇതാ സ്പേമിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. അതിൽ ഹെഡിൻ്റെ പുറത്തായി കാണപ്പെടുന്ന തൊപ്പി പോലെയുള്ള ഭാഗത്തിൻ്റെ പേരാണ് ചോദിച്ചത്. എന്താണ് പേര്? അക്രോസോം. അതിൻ്റെ ഫങ്ഷൻ, ഇറ്റ് ഹെൽപ്പ് ടു ഫെർട്ടിലൈസ് ഓവം. ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു സ്പേമിന്. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഓവത്തിൻ്റെ മെംബ്രെയിൻ തുളച്ചു കയറാൻ, പെനിട്രേഷൻ ഓഫ് ഓവം സഹായിക്കുന്നതിന് ഏത് പാർട്ടാണ്? അക്രോസോം എന്നുള്ള പാർട്ടാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. വീണ്ടും ഒരു ഡയഗ്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം, ലേബൽ എ ആൻഡ് ബി, മെൻഷൻ ദ ഫങ്ഷൻ ഓഫ് ബി. 3 സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കൂ. ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം, ഇത് എന്തിൻ്റെ ഡയഗ്രാം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഒരു പാർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം? സെക്ഷണൽ വ്യൂ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇനി ലേബൽ എ ആൻഡ് ബി. എ ഏത് വരുന്നു? സ്പെർമാറ്റോസോവ. ബി സെർട്ടോളി സെൽസ് ആണ്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മെൻഷൻ ദ ഫങ്ഷൻ ഓഫ് ബി. അതായത് സെർട്ടോളി സെൽസിൻ്റെ ഫങ്ഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദി ന്യൂട്രീഷൻ ഓഫ് മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പേംസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ എന്ന് എഴുതാം. അതായത് ഉണ്ടാകുന്ന സ്പേംസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കുക. അല്ലെങ്കിൽ മെയിൽ ജേം സെൽസ് എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റോഗോണിയയാണ്. സ്പെർമാറ്റോഗോണിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ നൽകുക, പോഷകം നൽകുക എന്നുള്ളതാണ് സെർട്ടോളി സെൽസിൻ്റെ ഫങ്ഷൻ. അടുത്തതും വീണ്ടും ഒരു ഡയഗ്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം, ലേബൽ എ ബി സി ആൻഡ് ഡി ആൻഡ് മെൻഷൻ ദ ഫങ്ഷൻ ഓഫ് എ. അതായത് ഇത് ഡയഗ്രാം എന്തിൻ്റെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സ്പേം ആൻഡ് ലേബൽ എ ബി സി ആൻഡ് ഡി. എ അക്രോസോം, ബി ആ സ്പേം ഹെഡാണ്, സി മിഡിൽ പീസ്, ഡി ടെയിൽ. ദെൻ മെൻഷൻ ദ ഫങ്ഷൻ ഓഫ് എ. എന്താണ്? അക്രോസോം ഹെൽപ്പ് ടു പെനിട്രേറ്റ് ഓവം അല്ലെങ്കിൽ അക്രോസോം ഹെൽപ്പ് ടു ഫെർട്ടിലൈസ് ഓവം എന്നെഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പെർമിയോജെനിസിസ് ആൻഡ് സ്പെർമിയേഷൻ. ഈ 2 പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസമാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്താണ് സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ടു സ്പെർമാറ്റോസോവ. അതായത് സ്പെർമാറ്റിഡ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടുണ്ടാകുന്ന സ്പെർമാറ്റോസോവയായിട്ട് മെച്യൂർ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയോജെനിസിസ്. ഇനി സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് സ്പേം ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും സ്പേം പുറത്തു പോകുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. 3 സബ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ 2 ഗൊണാഡോട്രോപ്പിൻസ്. B. Gonadotropins are releasing from dash. C. Explain their role in male. അപ്പോൾ 2 ഗൊണാഡോട്രോപ്പിൻ, ഇത് ഹോർമോൺ ആണ്. ഈ ഹോർമോണുകൾ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ഉത്തരം വരുന്നത്? FSH ആൻഡ് LH. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ലൂട്ടിനേസിങ് ഹോർമോൺ. അപ്പോൾ ചുരുക്കി എഴുതിയാലും മതി, FSH ആൻഡ് LH. ഇനി എവിടെ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്രം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇനി എന്താണ് ഇവയുടെ മേലുള്ള ഫങ്ഷൻ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ FSH ആക്ട്സ് ഓൺ സെർട്ടോളി സെൽസ്, സ്റ്റിമുലേറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് സെർട്ടൈൻ ഫാക്ടേഴ്സ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് സ്പെർമിയോജെനിസിസ്. അതായത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ചില ഫാക്ടേഴ്സ് ഉൽപ്പാദിപ്പിക്കും. ഈ ഫാക്ടേഴ്സ് പിന്നീട് സ്പെർമിയോജെനിസിസിന് സഹായിക്കും. അതായത് സ്പെർമാറ്റിഡ് സ്പേമായി മാറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇനി LHൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ആക്ട്സ് ഓൺ ലേഡിക് സെൽസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ആൻഡ്രോജൻ. അതായത് LH ലേഡിക് സെൽസ്, ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയും. സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്ത് കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് ലേഡിക് സെൽസ്. ഇവയെ സ്റ്റിമുലേറ്റ് ചെയ്ത് പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ്റെ ഉൽപ്പാദനത്തിന് കാരണമാകുന്നു.
അടുത്തത് ഫില്ലപ്പ് ദി ബ്ലാങ്ക്സ് ആണ് വരുന്നത്. 4 ഭാഗം ഫില്ല് ചെയ്യാനുണ്ട്. എ ബി സി ഡി. ഇത് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനിസിസ്. സ്പെർമാറ്റോജെനിസിസ് കൺട്രോൾ ചെയ്യുന്ന ഹൈപ്പോതലാമസ് മുതലേ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ, റിലീസിങ് ഹോർമോൺ, അതാണ് എ പാർട്ടിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. GnRH, അതായത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഇനി ഈ GnRHൻ്റെ ഇൻഫ്ലുവൻസിൽ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് 2 ടൈപ്പ് ഗൊണാഡോട്രോപ്പിൻസ് ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ പേരാണ് ബിയിലും സിയിലും ഫില്ല് ചെയ്യേണ്ടത്. ബിയിൽ നമ്മൾ എന്ത് എഴുതണം? FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സിയിൽ നമുക്ക് എന്തെഴുതാം? LH, ലൂട്ടിനേസിങ് ഹോർമോൺ. അപ്പോൾ ബിയിൽ തന്നെ FSH എഴുതാൻ കാരണം എന്താണ്? ആ FSHൻ്റെ ഫംഗ്ഷനാണ് ബാക്കി ഭാഗത്ത് എഴുതി കാണുന്നത്. അതായത് സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ചില ഫാക്ടേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നു. അത് സ്പെർമിയോജെനിസിസിന് കാരണമാകുന്നു. ഇനി സിയിൽ നമ്മൾ എന്ത് എഴുതി? LH എന്ന് എഴുതി. അപ്പോൾ LHൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ലേഡിക് സെൽ. ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഏത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു? അതാണ് നമ്മൾ ഡിയിൽ ഫില്ല് ചെയ്യേണ്ടത്. ആൻഡ്രോജൻ. ഓക്കെ, ഇനി അടുത്തത് ഒരു ഡയഗ്രമാണ്. ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം ആൻഡ് ലേബൽ എ ബി ആൻഡ് സി. ഇത് ഡയഗ്രാം ഗാമറ്റോജെനിസിസുമായി ബന്ധപ്പെട്ടുള്ള ഡയഗ്രമാണ്. ഈ ഡയഗ്രാം ഗാമറ്റോജെനിസിസിൽ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് എയും ബിയും സിയും ലേബൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡയഗ്രാം ഏതാണ്? ഇതെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. 4 എണ്ണം കാണിക്കുന്നുണ്ട് അല്ലേ? ഡിവിഷൻ ചെയ്തിട്ട് 4 സെൽസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് ഡയഗ്രാം ഏതാണ്? ഇറ്റ് ഈസ് ദ ഡയഗ്രാം ഓഫ് സ്പെർമാറ്റോജെനിസിസ്. അതിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ലേബൽ ചെയ്ത് കഴിഞ്ഞു. എ എന്താണ് വരിക? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോട്ടിക് ഡിവിഷൻ വഴി ഉണ്ടാകുന്ന ആദ്യത്തെ കോശങ്ങളാണ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. അതാണ് എ ഭാഗം ഫില്ല് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അടുത്ത മൈറ്റോസിസിന് വിധേയമായിട്ടാണ് ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് 2 സ്പെർമാറ്റിഡ് ഉണ്ടാകുന്നു. അതാണ് ബി. ഓക്കെ, പിന്നെ ഈ സ്പെർമാറ്റിഡാണ് പിന്നെ സ്പെർമാറ്റോസോവയായിട്ട് മെച്യൂർ ചെയ്യുന്നത്. അതാണ് സി, സ്പെർമാറ്റോസോവ. മനസ്സിലായിട്ടുണ്ടാവും. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പെർമാറ്റോസോവ. ഓക്കെ, അടുത്തത് ഊജെനിസിസുമായി ബന്ധപ്പെട്ടുള്ള അതിൽ വരുന്ന ടോപ്പിക്കിൽ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ദ കാവിറ്റി ഓഫ് ടേർഷറി ഫോളിക്കിൾ ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഓവറിയിൽ കാണപ്പെടുന്ന പ്രൈമറി ഫോളിക്കിളുണ്ട്, സെക്കൻഡറി ഫോളിക്കിളുണ്ട്, ടേർഷറി ഫോളിക്കിളുണ്ട്. അപ്പോൾ ടേർഷറി ഫോളിക്കിൾ എന്നുള്ള സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ആ സെൽസിൻ്റെ ഉള്ളിൽ ചില ക്യാവിറ്റി ഉണ്ടാകും. ആ ക്യാവിറ്റിക്ക് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ്? ആൻഡ്രം. ആ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് ആൻഡ്രം. അപ്പോൾ ഓവറിയിൽ തന്നെ സെക്ഷണൽ വ്യൂവിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഡയഗ്രാം കാണിക്കുന്നുണ്ട്. ആ ഡയഗ്രത്തിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, അതിൽ ടേർഷറി ഫോളിക്കിളിൽ നിന്ന് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന് ഉള്ളിൽ കാണപ്പെടുന്ന യെല്ലോ കളറിലുള്ള ക്യാവിറ്റി, അതിനെ പറയുന്ന പേരാണ് എന്ത്? ആൻഡ്രം. മനസ്സിലായല്ലോ? ഇനി ദ മെച്യൂർ ടേർഷറി ഫോളിക്കിൾ ഈസ് കോൾഡ് ഡാഷ്. അതായത് ഓവുലേഷന് റെഡിയായി കഴിയുന്ന ടേർഷറി ഫോളിക്കിളിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്രാഫിയൻ ഫോളിക്കിളും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഓവറിയുടെ സെക്ഷണൽ വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗ്രാഫിയൻ ഫോളിക്കിൾ, ഇതിനെ മെച്യൂർ ടേർഷറി ഫോളിക്കിളാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇനി ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഓവം ഫ്രം ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് കോൾഡ് ഡാഷ്. അതായത് 14 ഡേയിൽ ചില ഹോർമോൺസുകളുടെ ഇൻഫ്ലുവൻസിൽ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് ഓവം റിലീസാവുന്നുണ്ട്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ചോദിക്കുന്നത്. ഓവുലേഷൻ. അതായത് ഈസ്ട്രജൻ്റെ പ്രസൻസിലാണ് ഈ ഓവുലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഓവുലേഷൻ്റെ ചിത്രം ഡയഗ്രത്തിൽ തന്നെ കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക, പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഓവം ഫ്രം ഗ്രാഫിയൻ ഫോളിക്കിൾ. ഓക്കെ, അടുത്തത് ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം, ലേബൽ എ ബി ആൻഡ് സി. അതായത് ഇതും ഒരു ഗാമറ്റോജെനിസിസിൻ്റെ ഡയഗ്രാമാണ്. ഏതാണെന്ന് തിരിച്ചറിയണം. ഇതിൻ്റെ സ്പെർമാറ്റോജെനിസിസ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? വ്യത്യസ്തമായിട്ട് 2 വ്യത്യസ്ത സൈസിലുള്ള സെൽസാണ് ഇവിടെ ഡിവിഷൻ, പ്രൈമറി ഊസൈറ്റ് ഡിവൈഡ് ചെയ്ത് ഉണ്ടാകുന്നത്. ആ വലിപ്പ വ്യത്യാസത്തിൽ നിന്നും ഇത് സ്പെർമാറ്റോജെനിസിസ് ആണോ ഊജെനിസിസ് ആണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നോക്കൂ, അപ്പോൾ ഇതിൽ വലിപ്പ വ്യത്യാസമുള്ള കാരണം ഇത്തരം ഒരു അൺഈക്വൽ ഡിവിഷൻ നടക്കുന്നത് ഏതിലാണ്? ഊജെനിസിസിലാണ്. അപ്പോൾ ലേബിൾ തന്നു കഴിഞ്ഞ ഇവിടെ പ്രൈമറി ഊസൈറ്റ്, അതൊന്നും തന്നെ ഇറ്റ് ഈസ് ദ ഡയഗ്രാം ഓഫ് ഊജെനിസിസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ. ഇനി പ്രൈമറി ഊസൈറ്റ് ഡിവൈഡ് ചെയ്ത് മിയോട്ടിക് ഡിവിഷന് ചേർന്ന് ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും ഉണ്ടായി. അപ്പോൾ വലിയ സെല്ലിനെയാണ് നമ്മൾ എ എന്നുള്ള ഭാഗത്ത് ലേബൽ ചെയ്യേണ്ടത്. ഏതാണത്? സെക്കൻഡറി ഊസൈറ്റ്. ചെറിയ സെല്ല് സി എന്നാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് എഴുതണം? ഫസ്റ്റ് പോളാർ ബോഡി. ഓക്കെ, ഇനി സെക്കൻഡറി യൂസൈറ്റ് അടുത്ത
മൈറ്റോസിസിന് വിധേയമായിട്ട് ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വലിയ സെല്ലിന് അതാണ് ബി ആയിട്ട് ഇവിടെ ലേബൽ ചെയ്തിരിക്കുന്നത്, ഓവം എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ എ സെക്കൻഡറി യൂസൈറ്റ്, ബി ഓവം, സി ഫസ്റ്റ് പോളാർ ബോഡി. അപ്പോൾ ഇവിടെ അൺഈക്വൽ ഡിവിഷൻ, ക്രോമസോം സംഖ്യ ജസ്റ്റ് ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. സൈറ്റോപ്ലാസം അൺഈക്വൽ ഡിവിഷനാണ്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഓക്കെ, അടുത്ത ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഊജെനിസിസ്. എപ്പോഴും ആവർത്തിച്ച് വരുന്നതാണ്, 4 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, എളുപ്പമാണ്, ശ്രദ്ധിക്കുക. സ്പെർമാറ്റോജെനിസിൻ്റെ കാര്യങ്ങൾ ആദ്യം നോക്കാം നമുക്ക്. ഇറ്റ് ഒക്കർ ഇൻ ടെസ്റ്റിസിൽ വെച്ചാണ് സ്പെർമാറ്റോജെനിസിസ് നടക്കുന്നത്. ബൈ സ്പെർമാറ്റോജെനിസിസ് പ്രൊഡ്യൂസ് സ്പേം. സ്പെർമാറ്റോജെനിസിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാകുന്നത്? സ്പേമാണ്. ഇനി സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഒരാളിൽ കൗമാര കാലഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമേ സ്പേം പ്രൊഡക്ഷൻ ആരംഭിക്കുന്നുള്ളൂ. സിംഗിൾ സ്പെർമാറ്റോസൈറ്റ് പ്രൊഡ്യൂസേഴ്സ് 4 സ്പേംസ്. അതായത് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേം ഉണ്ടാകുന്നു? 4 സ്പേം ഉണ്ടാകുന്നു. നേരെ മറിച്ച് ഊജെനിസിസിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇറ്റ് ഒക്കർ ഇൻ ഓവറി. അതായത് ടെസ്റ്റിസിൽ സംഭവിക്കുമ്പോൾ ഊജെനിസിസ് സംഭവിക്കുന്നത് ഓവറിയിലാണ്. ഇനി എന്താണ്? ഇറ്റ് പ്രൊഡ്യൂസ് ഓവം. ഊജെനിസിസ് വഴി എന്താണ് ഉണ്ടാകുന്നത്? ഓവമാണ് ഉണ്ടാകുന്നത്. ഇനി ഊജെനിസിസിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് എംബ്രിയോണിക് സ്റ്റേജ്. അതായത് പെൺകുഞ്ഞ് ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ അവളിൽ ഊജെനിസിസ് സ്റ്റാർട്ട് ചെയ്തിരിക്കും. അതായത് ഓവം പ്രൊഡക്ഷൻ ഊഗോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു നിശ്ചിത സ്റ്റേജ് വരെ, പ്രൈമറി ഫോളിക്കിളിൻ്റെ ഒരു നിശ്ചിത സ്റ്റേജ് വരെ അവിടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇനി അടുത്തത്, സിംഗിൾ ഊസൈറ്റ് പ്രൊഡ്യൂസസ് സിംഗിൾ ഓവം. ഒരു ഊസൈറ്റിൽ നിന്ന് ഒരൊറ്റ ഓവമേ ഉണ്ടാകുന്നുള്ളൂ, അല്ലാണ്ട് 4 ഓവം ഉണ്ടാകുന്നില്ല. ബാക്കി അവിടെ എന്താണ് മാറുന്നത്? പോളാർ ബോഡീസാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഗ്രൂപ്പ് ദ ഫോളോയിങ് സെൽസ് ബേസ്ഡ് ഓൺ ക്രോമസോം നമ്പർ. ക്രോമസോം നമ്പറിൻ്റെ എണ്ണം അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സെൽസിനെ കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പ്രൈമറി യൂസൈറ്റ്, സ്പെർമാറ്റിഡ്, എഗ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, പോളാർ ബോഡി, സ്പെർമാറ്റോഗോണിയ. അപ്പോൾ ക്രോമസോം സംഖ്യയുടെ ബേസിൽ എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ഈ രീതിയിലായിരിക്കണം ഗ്രൂപ്പിംഗ്. അപ്പോൾ ഡിപ്ലോയിഡിനാകുമ്പോൾ 2n 46 ക്രോമസോം ഉണ്ടാകും. ഹാപ്ലോയിഡ് സെൽസ് എന്ന് പറഞ്ഞാൽ n 23 ക്രോമസോം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ പ്രൈമറി ഊസൈറ്റും സ്പെർമാറ്റോഗോണിയമാണ് ഡിപ്ലോയിഡ് സെൽസായിട്ട് തന്നതിലുള്ളത്, അതായത് 46 ക്രോമസോംസ് ഉള്ളത്. സ്പെർമാറ്റിഡ്, എഗ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, അതുപോലെ പോളാർ ബോഡിയിലും എത്രയേ ഉള്ളൂ? ഹാപ്ലോയിഡ് സെൽസാണ്, n നമ്പർ ഓഫ് ക്രോമസോമാണ് ഉള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ ടോപ്പിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.